ഹലോ ഫ്രണ്ട്സ്, എന്തുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? അമ്മക്കൂടെന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ തക്കാളി കൊണ്ടൊരു വെറൈറ്റി റെസിപ്പിയാണ് ഉണ്ടാക്കുന്നത്. അതിനായി നല്ല പഴുത്ത 1 കിലോ തക്കാളി എടുത്തിട്ടുണ്ട്. പിന്നീട് വേണ്ടത് വാളംപുളിയാണ്. അതിനായി ഒരു വലിയ നാരങ്ങ വലിപ്പത്തിൽ പുളി എടുത്തിട്ടുണ്ട്. പുളി ഒന്ന് കഴുകിയതിന് ശേഷം ചൂടുവെള്ളത്തിൽ കുതിർത്ത് പിഴിഞ്ഞ് ചാറെടുത്ത് മാറ്റിവെക്കണം. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളിയിൽ വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. 1 ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. പകുതി വെന്തുടയുമ്പോൾ പിഴിഞ്ഞരിച്ചെടുത്ത് വെച്ചിരിക്കുന്ന പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി പുളിയും തക്കാളിയും ഒന്ന് നന്നായി വേവട്ടെ. ചെറിയ തീയിലിട്ടിട്ട് നമുക്ക് വേറെ കുറച്ച് കാര്യങ്ങൾ റെഡിയാക്കാനുണ്ട്. അതിനായി ഒരു കൈപ്പിടി നിറയെ വെളുത്തുള്ളി വൃത്തിയാക്കി ഇതുപോലെ 4ആയി കീറി വയ്ക്കണം. വലുതാണെങ്കിൽ ഇങ്ങനെ കീറിയാൽ മതി, ചെറുതാണെങ്കിൽ കീറേണ്ട ആവശ്യമില്ല. ഇനി നമുക്കൊരു മസാലപ്പൊടി റെഡിയാക്കാനുണ്ട്. അതിനായി 1 സ്പൂൺ ഉലുവ ഇട്ട് കളർ മാറിയതിന് ശേഷം അതിലേക്ക് 2 സ്പൂൺ കടുകിട്ട് കൊടുക്കണം. കടുകൊന്ന് പൊട്ടിത്തുടങ്ങുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ നല്ല ജീരകം കൂടി ചേർത്ത് കൊടുക്കണം. ഇത് മൂന്നും ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 2 കഷ്ണം വെളുത്തുള്ളി 4ആയി കീറിയത് ഇട്ട് കൊടുത്ത് ഒന്ന് ചൂടാക്കാം. ഇനി അത് ഇറക്കി വെച്ച് തണുത്തതിന് ശേഷം മിക്സിയുടെ ചെറിയ ജാറിൽ നന്നായി ഒന്ന് പൊടിച്ചെടുക്കണം. ഇതുപോലെ നന്നായി പൊടിച്ചെടുക്കണം. അപ്പോഴേക്കും തക്കാളിയും പുളിയും വെന്ത് വെള്ളം വറ്റിയിട്ടുണ്ട്. ബാക്കി വെള്ളം നമുക്ക് എണ്ണയിൽ മൂപ്പിച്ചെടുക്കാം. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കണം. ഓയിലോ നല്ലെണ്ണയോ എടുക്കാം. നല്ലെണ്ണയാണ് കുറച്ചുകൂടി ടേസ്റ്റ്. എൻ്റെ കയ്യിൽ നല്ലെണ്ണ ഇല്ലായിരുന്നു. ഉലുവ പൊട്ടിയതിന് ശേഷം അതിലേക്ക് കുറച്ച് കടുകിട്ട് കൊടുക്കണം. അതിനുശേഷം ഒരു 1/4 ടീസ്പൂൺ നല്ല ജീരകം കൂടി ചേർത്ത് കൊടുക്കാം. ഇനി 3 വറ്റൽമുളക് ചെറുതായി മുറിച്ച് ചേർക്കണം. ഇതിലേക്ക് നമ്മൾ കറിവേപ്പിലയൊന്നും ചേർത്ത് കൊടുക്കത്തില്ല. ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇട്ട് ഒരല്പം ഉപ്പും ചേർത്തൊന്ന് വഴറ്റിയെടുക്കണം. ഒരുപാട് വേകുകയോ അല്ലെങ്കിൽ മൊരിയുകയോ ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിന് ശേഷം നമ്മൾ തീ അങ്ങ് ഓഫ് ചെയ്യും. ഇനി 4 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് ഞാൻ കാശ്മീരി മുളക് പൊടിയും എരിവെള്ള മുളക് പൊടിയും കൂടെ ഒന്നിച്ച് പൊടിച്ചു കൊണ്ടുവന്നതാണ്. ആ ചൂടുള്ള എണ്ണയ്ക്കകത്ത് കിടന്ന് ആ മുളക് പൊടി ഒന്ന് മുരിഞ്ഞ് വരണം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കായപ്പൊടി ഇട്ട് കൊടുക്കണം. പിന്നീട് നമ്മൾ പൊടിച്ചു വച്ചിരിക്കുന്ന മസാലക്കൂട്ടും അതിനകത്തിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം തക്കാളിയും പുളിയും വേവിച്ച് വെച്ചത് ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കി തീ ഓണാക്കി മീഡിയം തീയിൽ വഴറ്റി മൊരിയിച്ചെടുക്കാം. തക്കാളിയിൽ നിന്ന് എണ്ണ ഇറങ്ങി വരുന്നത് കണ്ട. ഇത് മൊരിയും തോറും നമ്മൾ ഒഴിച്ചു കൊടുത്തിരിക്കുന്ന എണ്ണ ഇറങ്ങി വരും. ഉപ്പും പുളിയും പാകമാണെന്ന് നോക്കാം. ഓക്കെ, പക്കയാണ്. ഇനി വേണ്ടത് ഇതൊന്ന് മൊരിഞ്ഞ് കിട്ടിയാൽ മാത്രം മതി. ഇത് നന്നായി മൊരിഞ്ഞ് വഴണ്ട് എണ്ണയെല്ലാം ഊറി വരുമ്പോൾ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുക്കണം. ഇച്ചിരി നേരം കൂടെ കിടക്കട്ടെ. ഏകദേശം ഇപ്പോൾ റെഡിയായിട്ടുണ്ട്. ഇത് നമുക്ക് കഞ്ഞിയുടെ കൂടെയോ ചോറിനൊപ്പമോ ദോശയ്ക്കൊപ്പമോ ഒക്കെ കഴിക്കാം. നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇതാണ് നമ്മുടെ തക്കാളി അച്ചാർ. ഇത് കുറേ ദിവസം ഫ്രിഡ്ജിൽ വെക്കാതെ വെളിയിൽ തന്നെ വെച്ച് ഉപയോഗിക്കാം. വെളിച്ചെണ്ണ ചേർത്താൽ ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ എന്ത് പറ്റും, ഈ എണ്ണയുണ്ടല്ലോ കട്ടി പിടിച്ചിരിക്കും.
നല്ല അടിപൊളിയായ തക്കാളി അച്ചാർ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ റെസിപ്പി ഇഷ്ടമായാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ എല്ലാവരും. വീണ്ടും അടുത്ത വീഡിയോയുമായി നല്ല നല്ല റെസിപ്പിയുമായി വരുന്നവരേക്കും ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.